കൂടാരത്തിനകത്ത് ഒരു സോഡാ സർബത്ത് കടയും ഒരു കടല കച്ചവടക്കടയും മാത്രമേ ഉള്ളൂ. സോഡാ സർബത്ത് കടയിൽ ചുവന്ന കാലുറയും പച്ചക്കുപ്പായവും കൂമ്പമ്പാളത്തൊപ്പിയും ധരിച്ച ഒരു വയസ്സൻ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്നു. വയസ്സൻ്റെ നരച്ച താടി നെഞ്ചോളം നീണ്ടു കിടക്കുന്നു. നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് മേൽപോട്ടാഞ്ഞു ചാടി ഓരോ ബലൂൺ എടുത്ത് അതിലെ കാറ്റ് കളയുകയും വീണ്ടും ഊതി വീർപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. വയസ്സൻ ഊതുമ്പോൾ ബലൂൺ വീർത്തു വീർത്തു വരുന്നത് കാണാൻ എന്തു ഭംഗിയാണ്! വയസ്സൻ്റെ നരച്ചു നീണ്ട താടിയിൽ ഇടയ്ക്കിടയ്ക്ക് എവിടെ നിന്നോ മഞ്ഞത്തുമ്പികൾ പറന്നു വന്നിരിക്കുന്നു, പറന്നകന്നു പോകുന്നു. മഞ്ഞത്തുമ്പികൾ പറന്നു വന്നിരിക്കുന്നതും പറന്നകന്നു പോകുന്നതും വയസ്സൻ അറിയുന്നത് പോലുമില്ല. സോഡാ സർബത്ത് കടയിൽ ചെല്ലുന്ന ഓരോ കുട്ടിക്കും സോഡ പൊട്ടിച്ചു കൊടുക്കുന്നത് വയസ്സനാണ്. പക്ഷേ സോഡ കുപ്പിയുടെ കഴുത്തിൽ ഉരുണ്ട് കളിക്കുന്ന ഗോലി പുറത്തേക്ക് എടുക്കുവാൻ മറ്റുള്ളവർക്കെന്ന പോലെ വയസ്സനും വയ്യ. കടലക്കച്ചവടം ചെയ്യുന്നത് മൂക്കുത്തിയും വെള്ളി വളകളും അണിഞ്ഞ കറുത്ത് തടിച്ച ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയുടെ 2 കൈകളിലും പച്ച കുത്തിയിട്ടുണ്ട്. ഇടത്തെ കൈയിൽ തത്തയുടെയും വലത്തെ കൈയിൽ കുഞ്ചിരാമൻ്റെയും ചിത്രങ്ങളാണ്. കടല കടല എന്ന് ആർത്തു വിളിച്ചുകൊണ്ട് കുട്ടികൾ അവളുടെ അടുത്ത് പാഞ്ഞെത്തുന്നു. അവളെല്ലാവർക്കും ഓരോ പിടി കടല വർണ്ണക്കടലാസിൽ പൊതിഞ്ഞു കൊടുക്കുന്നു. എന്തൊരു വേഗത്തിലാണ് കടല പൊതിഞ്ഞു കൊടുക്കുന്നതെന്നോ! സോഡാ സർബത്ത് കടയിലെ വയസ്സൻ സമ്മാനിച്ച 2 ബലൂണുകൾ 2 കൈകളിലും കുപ്പായ കീശയിൽ കടലയുമായി ഓടിപ്പോരുമ്പോൾ തടഞ്ഞു വീണ ബലൂണുകൾ 2ഉം പൊട്ടി. കടല ചിന്നിച്ചിതറി വീണു. സ്വപ്നം ഇത്രയുമായപ്പോഴാണ് ഉണ്ണിക്കുട്ടൻ ഉണരുന്നത്. ഉണ്ണിക്കുട്ടൻ വീണ്ടും കണ്ണുകൾ തുറന്ന് കയ്യും കാലും തടവി നോക്കി. മുറിവ് പറ്റിയിട്ടുണ്ടോ? ഇല്ല, സ്വപ്നമല്ലേ. പൊട്ടിയ ബലൂണുകളും ചിതറിക്കിടക്കുന്ന കടലയും ഓർക്കുമ്പോൾ ആർക്കാണ് വ്യസനം തോന്നാതിരിക്കുക? വ്യസനം മാത്രമല്ല, ഈർഷ്യം തോന്നുകയാണ് അവന്. ഈർഷ്യ തോന്നുന്നത് മറ്റൊന്നും വിചാരിച്ചല്ല. പതിവ് പോലെ ഇന്നലെ രാത്രിയും അച്ഛൻ ഉറക്കത്തിൽ അവനെ കട്ടിലിൽ നിന്നെടുത്ത് നിലത്ത് കിടത്തിയിരിക്കുകയാണ്. എന്നിട്ടൊന്നും അറിയാത്തവനെ പോലെ അച്ഛൻ സുഖമായി ചെരിഞ്ഞു കിടന്നുറങ്ങുകയും ചെയ്യുന്നു. അമ്മയും അമ്മിണിയും ഉറക്കമെഴുന്നേറ്റ് താഴേക്ക് പോയിരിക്കുന്നു. അമ്മിണിയുടെ കുഞ്ഞു കോസറിയും റബ്ബർ ഷീറ്റും മൂത്രത്തിൽ മുങ്ങിക്കിടക്കുന്നു. അവൾക്ക് ഉറങ്ങുമ്പോഴും ഉറങ്ങാതിരിക്കുമ്പോഴും ഇഷ്ടം പോലെ എവിടെ വേണമെങ്കിലും മൂത്രമൊഴിക്കാം. അവൾക്ക് 2 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഉണ്ണിക്കുട്ടന് 4 വയസ്സ് കഴിഞ്ഞ് 5 നടക്കുകയാണ്. 5 വയസ്സിൽ നടക്കുന്ന കുട്ടികൾ ഉറക്കത്തിൽ മൂത്രമൊഴിച്ചുകൂടെന്നാണ് മുത്തശ്ശി ഒഴികെ മറ്റെല്ലാവരും പറയുന്നത്. രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്നത് അച്ഛനോടൊപ്പം കട്ടിലിന്മേലാണ്. അമ്മ നിലത്ത് മെത്തപ്പായോട് ചേർത്ത് മുത്തശ്ശിയോടൊപ്പം താഴത്താണ് കിടക്കുക കുട്ടിയേട്ടൻ.